Namaste viewers, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഫോറക്സിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ MetaTrader 4 ആണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം MetaTrader 4 തന്നെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ നോക്കി നിങ്ങൾക്ക് MD4 സെപ്പറേറ്റ് പോയി എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഈ ഞാൻ കാണിക്കാൻ പോകുന്ന ലൈവ് മാർക്കറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ താഴെ നമ്പർ വരുന്ന കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഡയറക്റ്റ് വേണമെങ്കിൽ വരാവുന്നതാണ്. നമ്മൾ 2009 തൊട്ട് ഇതിവിടെ ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ. അതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഫോറക്സ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ലൈവ് മാർക്കറ്റിൽ സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് അലേർട്ടും വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസ്റ്റ് മാക്സിമം നമുക്ക് ഒഴിവാക്കാനാണ്. അപ്പം ഇതിനകത്തൊരു 100% നമുക്കൊരു 80 to 90% ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്ത് ആക്യുറസി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ GBP JPYയുടെ പെയറാണ്. അപ്പോൾ ഇതിനകത്ത് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്ന 30 മിനിറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ ഗ്രീൻ കളറിൽ അപ്പാരോ ഇല്ല, അത് ബൈ ചെയ്യാനുള്ളത്. റെഡ് വരുന്ന സെല്ലുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സിഗ്നൽസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടിക്കോളും. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ വരും. ഏറ്റവും മേളിൽ അത് ഡിസ്പ്ലേ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന സിഗ്നൽ എല്ലാത്തിനും കയറി ട്രേഡ് എടുക്കേണ്ട. സിഗ്നൽ വന്ന ശേഷം അത് കൺഫേം ആണെന്ന് നോക്കണം. അതെങ്ങനെ നോക്കുന്നത് വെച്ചാൽ നമുക്ക് സിഗ്നൽ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കും. പ്രൈസ് ഇവിടെ എന്ത് കാണിക്കണം? ബൈസോൺ എന്ന് എഴുതി കാണിക്കണം. പ്രൈസ് ഇൻ ബൈസോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്തെ ബാറിലെ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരുവേ. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ എൻ്റെ തൊട്ട് താഴത്ത് ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ കളറിലോട്ട് വരണം. അത് നിങ്ങൾ ഏത് പേരെടുത്തിട്ടാലും നമുക്ക് ഇതുപോലെ സിഗ്നൽസ് കാണിച്ചു തരും. ജസ്റ്റ് നമ്മളത് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ബൈ ആണെന്നുണ്ടെങ്കിൽ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് എന്ന് പറയുന്നത് ബൈസോൺ ആയിരിക്കാം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കാം. സിഗ്നൽ വരുമ്പോൾ തന്നെ താഴത്ത് നോക്കിയാൽ 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ഡിസ്പ്ലേ വരുവേ. അപ്പോൾ ഇപ്പോൾ വൈസ് വേഴ്സസ് എല്ലാണെന്നുണ്ടെങ്കിൽ ആരോ വന്ന ശേഷം താഴത്തെ ബാർ റെഡും ആയിരിക്കണം, പ്രൈസ് സെൽസോണും ആയിരിക്കണം. അതായത് നമുക്ക് ഈ പ്രീവിയസ് കിടക്കുന്ന സെല്ല് കൺഫേം അല്ലായിരുന്നു, കാരണം അത് കൺഫേം താഴത്തെ ബാർ കൺഫേം ഇല്ലായിരുന്നു. അതുപോലെ നമുക്ക് ക്യാൻഡലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുവേ. റെഡും ഗ്രീനും ആണ് നോർമൽ നമ്മുടെ ക്യാൻഡൽ കളർ. അപ്പോൾ അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ സൈഡും ആണ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും ഉൾട്ടാ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു റെഡ് സ്റ്റാർ കിടക്കുന്നില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ബ്ലൂ വരുന്ന സപ്പോർട്ടുമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാം എന്താണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് കിട്ടും. സൈഡ് വേ ഉൾപ്പെടെ കാണാൻ പറ്റും. സിഗ്നൽസ് വരുമ്പോൾ ഇൻഡിക്കേഷൻ തരും. അല്ലെങ്കിൽ റീ എൻട്രി, ഒരു ഡയറക്റ്റ് എൻട്രി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീ എൻട്രി ഓപ്ഷൻ ഉൾപ്പെടെ. റീ എൻട്രി എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി കയറിയ മാർക്കറ്റിൽ നിന്ന് സോഫ്റ്റ്വെയർ ആ ഒരു പ്രൈസ് വെച്ച് ആ ഒരു ലെവൽ വെച്ച് നമുക്ക് എൻട്രി അതനുസരിച്ചുള്ള എക്സിറ്റും പറഞ്ഞു തരും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഡയറക്റ്റ് വരാനോ ലൈവായിട്ട് കാണാൻ പെർഫോമൻസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു വാച്ച് മൈ വീഡിയോ.